എൻ്റെ പുത്രൻ എണീക്കുന്നതിന് മുന്നേ കിച്ചണിൽ കയറി കുറച്ചെങ്കിലും പണി തീർക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കട്ടിലിൽ നിന്ന് എനിക്ക് 2 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്കും പിറകിനൊരു വിളി വരും. അവൻ്റെ അടുത്ത് കിടന്ന് ഫുൾ സൗണ്ടുള്ള റീലും കണ്ടു കിടന്നാലും അവൻ ഉണരണ്ട. പക്ഷേ ഞാൻ കട്ടിലിൽ നിന്ന് എണീറ്റാൽ അവനതറിയും. നിങ്ങളുടെ മക്കളെല്ലാം എങ്ങനെയാണോ? അതൊക്കെ പോട്ട് നമുക്കിന്ന് നോമ്പുറിക്കാൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കാം. ഇന്ന് ഞാൻ സമൂസയ്ക്ക് ചിക്കനും ബീഫൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്രീം ചീസും ഈത്തപ്പഴവും വെച്ചിട്ടാണ് ഇന്ന് സമൂസ പൊരിക്കാൻ പോകുന്നത്. ഇതെൻ്റെ വാപ്പാര റെസിപ്പിയാണ്. വാപ്പ പണ്ട് ഉണ്ടാക്കണം കണ്ടപ്പോഴത്തേക്കും ഇതെന്ത് കോമ്പിനേഷനാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് ക്രീം ചീസ് വെക്കുക, പിന്നെ ഒരു ഈത്തപ്പഴം വെക്കുക, പിന്നെയും കുറച്ച് ക്രീം ചീസോടെ വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുക. ഈ ചീസും ഈത്തപ്പഴമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നോക്കേ, കാണാൻ തന്നെ എന്ത് മഞ്ചാ. അപ്പോൾ കഴിക്കുക എങ്ങനെയായിരിക്കും? ഇന്ന് നമുക്ക് നോമ്പ് മുറിക്കാൻ വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ടേ. ഇതാണ് മട്ടൻ അരീസ്. ഇക്ക പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. എൻ്റെ ഇക്കാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കത്ര പോരാ. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരമായി. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു.